കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ കർക്കടക മാസത്തിൽ നമ്മളൊക്കെ രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ്. എന്നാൽ ഈ രാമായണ മാസത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന പ്രധാനമായിട്ടൊരു ചടങ്ങാണ് നാലമ്പല ദർശനം. എന്തിനാണ് ഈ നാലമ്പലത്തിലേക്ക് ദർശനം നടത്തുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അത് ചെയ്യുന്നതിനിരിക്കട്ടെ, ഈ നാലമ്പല ദർശനം എങ്ങനെയാണ് ചെയ്യേണ്ടത്? നാലമ്പല ദർശനം ചെയ്യുന്നതിന് ഒരു ചിട്ടയുണ്ടാവുമല്ലോ, അത് എന്താണ്? അതോടൊപ്പം എവിടെയൊക്കെയാണ് ഈ നാലമ്പല ദർശനം നടത്താൻ പറ്റുക? ഞാൻ ആദ്യമേ പറയട്ടെ, അത് കേരളത്തിലെ 6 ജില്ലകളിൽ ഈ നാലമ്പല ദർശനമുണ്ട്. കണ്ണൂർ ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, പാലക്കാട് ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്. അപ്പോൾ കോട്ടയം മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിൽ നാലമ്പല ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾക്ക് എത്ര പേർക്കാണ് അറിയുക? നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്? എല്ലാവരും തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പല ദർശനത്തിനായിട്ട് യാത്ര പോകുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്, എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഈ നാലമ്പല യാത്ര? എന്തിനാണ് നാലമ്പല യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. കർക്കിടക മാസം വളരെ ദുരിതമായിട്ട് നമ്മൾ കണക്കാക്കാറ്. കാരണം മഴയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട്. ഇന്ന് കർക്കിടക മാസത്തിൽ മഴയില്ല, ഇപ്പം മിഥുനത്തിലാണ് കൂടുതലും മഴ പെയ്യുന്നത്. എന്നിരുന്നാലും ഈ കർക്കിടക മാസത്തെ മറ്റ് സംസ്ഥാനത്തിലുള്ള ആൾക്കാർ വളരെ ശ്രേഷ്ഠമായ ആടി മാസമായിട്ടാണ് കണക്കാക്കുന്നത്, പുണ്യമാസമായിട്ട്. ശരിക്കും നമ്മളും അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. എന്തുകൊണ്ടെന്നറിയാം? ഒന്ന്, ഈ കർക്കിടക മാസത്തിലാണ് നമ്മൾ ആയുർവേദ ചികിത്സയും ഒക്കെ നടത്തിയിട്ട് ഏറ്റവും ശരീരത്തിൻ്റെ, നമ്മുടെ ഭൗതികമായിട്ടുള്ളതാണുള്ള ശരീരം, ഈ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം കർക്കിടക മാസമാണ്. അതുപോലെ ഈ സമയത്ത് തന്നെയാണ് മനസ്സിന് വേണ്ടുന്ന ആത്മീയമായ ചികിത്സ നടക്കുന്നതും. എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ളത് രാമായണ മാസമായിട്ടല്ല നമ്മൾ ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന ചികിത്സ നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ സമയമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെയാണ് ഈ രാമായണ മാസം ആചരിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ രാമമന്ത്രം ജപിക്കുന്നത്, നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത്, നാലമ്പലങ്ങളിലേക്കും അതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കും യാത്ര പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാം, ഈ നാലമ്പല യാത്ര തന്നെ വേണമെന്നില്ല, ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. നാലമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ കുറേ കൂടി മനസ്സിലൊരു സംതൃപ്തിയാണെന്ന് മാത്രം. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ വളരെ ശ്രേഷ്ഠമായൊരു പുണ്യമാസമായി കണക്കാക്കുന്നു. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഓരോ വീടുകളിൽ നിന്നും ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീരാമ മന്ത്രങ്ങൾ ഇങ്ങനെ ഉയരാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെയാണ് നമ്മൾ രാമക്ഷേത്രത്തിലേക്കുള്ള യാത്രയും ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ രാമായണ മാസം ആരംഭിക്കുന്നതിന് നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നറിയോ? ഈ കർക്കിടക സംക്രമത്തിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ സംക്രമത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ വീടും പരിസരവും അടിച്ച് തെളിച്ച് വൃത്തിയാക്കും. ചിലപ്പം ഈ പുല്ലും ഇതൊക്കെ വളർന്നിട്ട് നമ്മളെ വീടിൻ്റെ ചുറ്റും അതൊക്കെ വൃത്തിയാക്കി, വീടിൻ്റെ അകഭാഗമൊക്കെ വൃത്തിയാക്കി, മാംസാദികളൊക്കെ കഴുകിയ സാധനമൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ശുദ്ധി ചെയ്തതിന് ശേഷം പുണ്യാഹം വരെ തളിച്ചതിന് ശേഷമാണ് രാമായണ മാസത്തെ നമ്മൾ വരവേൽക്കുക. പിറ്റേന്ന് മുതൽ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ തന്നെ നമ്മൾ രാമായണം വായിച്ചു തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന രാമക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ രാമക്ഷേത്രം നമ്മൾ മനസ്സിലായി കർക്കിടക മാസത്തിൽ ഈ നാലമ്പല ദർശനം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നാലമ്പല ദർശനം നടത്തുമ്പോൾ എവിടെയൊക്കെയാണ് ഈ നാലമ്പല ദർശനം നടത്തുന്നത്?
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് സ്വതവേ നമ്മൾ നാലമ്പല ദർശനം നടത്തുമ്പോൾ എല്ലാവരും പോകുന്ന സ്ഥലം എവിടെ അറിയാം? തൃശ്ശൂർ ജില്ലയിലാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഒരുവിധം എല്ലാ ആൾക്കാരും, കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ടാണ് പോകാറ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ഥലത്ത് മാത്രമല്ല, ഒരുവിധം എല്ലാ ജില്ലയിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു. അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്തുള്ള വരദസ്വാമി ക്ഷേത്രം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ പറയുന്ന വരദൻ്റെ ക്ഷേത്രം. അപ്പോൾ ഈ രണ്ട് ക്ഷേത്രത്തിലും ഒരുവിധം എല്ലാ ആൾക്കാരും പോകാറുണ്ട്, തൃശ്ശൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണെങ്കിലും. അത് കഴിഞ്ഞാൽ പിന്നെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് പോവുക. ഇത് എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും മധ്യത്തിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മൂഴിക്കുളം ശരിക്കും പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് കണക്ക് പ്രകാരം വരുന്നതെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ ആ ഭാഗമായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുക. ഇവിടെ സീതയും ഹനുമാനും അയ്യപ്പനും ഭഗവതിയും ശ്രീകൃഷ്ണനും ഒക്കെ കുടികൊള്ളുന്നൊരു ക്ഷേത്രം കൂടിയാണ് അത്. ഏറ്റവും ലാസ്റ്റ് പോകുന്നത് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് ഞാനിങ്ങനെ ഒരു വിധം പറഞ്ഞില്ല, യഥാവിധി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. യഥാവിധി എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, നമ്മൾ നാലമ്പല ദർശനം നടത്തുമ്പോൾ എങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ഈ സ്ഥലങ്ങൾ പറഞ്ഞു പോയതിന് ശേഷം പറയാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 4 ക്ഷേത്രങ്ങളാണ് തൃശ്ശൂരിൽ നമ്മൾ പോയി തൊഴുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ എറണാകുളം ജില്ലയിലുമുണ്ട് ഇതേപോലെ നാലമ്പലം. എറണാകുളം ജില്ലയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് മാമലശ്ശേരി തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. മാമലശ്ശേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് വെച്ചാൽ പിറവത്ത് നിന്നും രാമമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും പിന്നീട് അല്പം മാറിയിട്ടാണ് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്ത്, ഈ ക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്ത് മാറിയിട്ട് മേമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഭരതപ്പള്ളി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ നിന്നും മാറിയിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ് നെടുങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. വളരെ അടുത്തടുത്തായിട്ട്. ഈ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ, ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയിട്ടാണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് പിറവം റോട്ടിലാണ്. പിറവം റോട്ടിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു 27 കിലോമീറ്റർ ചുറ്റളവിലാണ് എറണാകുളത്തുള്ള നാലമ്പല ദർശനം. എന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂർ വേണ്ട, ഇത് പൂർണ്ണമായിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും തൊഴുത് വരാൻ പറ്റും. 27 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ദർശനം നടത്താൻ പറ്റും. അപ്പോൾ തൃശ്ശൂരിലുള്ളതും ഞാൻ പറഞ്ഞു, എറണാകുളത്തുള്ളതും പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഏതാണ്? കോട്ടയം ജില്ലയിൽ ഉണ്ട് ഇതേപോലെയുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇതൊക്കെ. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോട്ടയം ജില്ലക്കാർ ഇനി എറണാകുളം ജില്ലയിലേക്കോ തൃശ്ശൂർ ജില്ലയിലേക്കോ പോകണമെന്നില്ല. പോകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ലേ, പക്ഷേ നമുക്ക് അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ പോകുന്നതായിരിക്കും കുറേ കൂടി ഉചിതം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദർശനം നടത്തി വരാം. സാധാരണക്കാർക്ക് പോലും മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ 2 ദിവസമാണ് യാത്ര ചെയ്യേണ്ടി വരുന്നെങ്കിൽ യാത്രയടക്കം 2 ദിവസം വരുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും എന്നർത്ഥം. അപ്പോൾ ഇവിടെയും ഉള്ളത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ശ്രീരാമൻ്റെ പേരിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ പരമാവധി സ്ഥലങ്ങളിലും ആ രാമൻ്റെ പേര് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലപ്പേരുള്ളത് ശ്രീ രാമപുരം എന്നുള്ളതായിരിക്കും. രാമപുരം എന്നുള്ളത് എല്ലാ ജില്ലയിലും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയുണ്ട്, എല്ലാ ജില്ലയിലും രാമപുരം ഉണ്ട്. അതുപോലെ ശ്രീരാമനുമായിട്ട് ബന്ധമുള്ള നിരവധി പേരുകളും എല്ലാ ജില്ലയിലും ഉണ്ട്. അത് വളരെ പ്രത്യേകതയാണ്, വളരെ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ നാട്ടിൽ രാമപുരം എന്നുള്ള സ്ഥലം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പേരുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ നാട്ടിൽ ശ്രീരാമന് മാറ്റി ഇപ്പം കണ്ണൂർ ജില്ലയിൽ രാഘവപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതുപോലെ രാമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അടിയിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ
രാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇത് അവിടെ എത്തിച്ചേരണമെങ്കിൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. അത് ശരിക്കും റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം, അമനക്കര അവിടുന്ന് രാമപുരത്തേക്ക് വരാം ആൾക്കാർക്ക്. ഇനി അതല്ലെങ്കിൽ ഏറ്റുമാനൂരിൽ നിന്ന് പാലയിലേക്ക് പോകുന്ന വഴിയിലും പോയാലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്നും 3 കിലോമീറ്റർ മാറിയിട്ടാണ് അമനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഭരതസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ രാമപുരം ക്ഷേത്രം പറഞ്ഞല്ലോ, അവിടെ നിന്നും ഉഴവൂരേക്ക് പോകുന്ന റൂട്ടിലാണ് കുടപ്പലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് രാമപുരം പഞ്ചായത്തിൽ തന്നെയാണ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നറിയാം, ഓരോ ജില്ലയിലും ഇത്തരം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ 3 ജില്ലയുടെ കാര്യം പറഞ്ഞു. ഓരോ ജില്ലയിലും ഇത്തരം ക്ഷേത്രങ്ങളുണ്ട്. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാ ജില്ലയിലും ഇത്തരം ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നറിയാം, ഇപ്പോൾ ഹിന്ദു വികാരം ഉണരുന്ന സമയമാണ്. ഈ കലികാലത്തിൽ ഇടക്കാലത്ത് ഹിന്ദുവിന് ക്ഷതം സംഭവിച്ച് പലരും അടിച്ചമർത്തി വിപ്ലവം തലക്ക് പിടിച്ചവർ 4 ക്ഷേത്രം തകർത്താൽ അത്രയും സ്ഥലത്ത് കപ്പ നട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറുമെന്ന് പറഞ്ഞ് ക്ഷേത്രങ്ങൾ ഇടിച്ച് തകർക്കാനും ക്ഷേത്രങ്ങൾക്കെതിരെ അവർ ശക്തമായി നിലനിർത്തുകയും ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചവരുടെ പിൻതലമുറക്കാർ പോലും ഇന്ന് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം തകർന്നു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പുനരുദ്ധരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമീപകാലത്താണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. രാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ ക്ഷേത്രം ഉയർന്നു വരുമ്പോൾ തന്നെ ശാസ്താക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുക. കാരണം ഹിന്ദു ഉണരാൻ തുടങ്ങി എന്നർത്ഥം, ഹിന്ദുവിൻ്റെ വികാരങ്ങൾ ഉണരാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലൊരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ കാസർഗോഡുകാർക്കും അതുപോലെ തന്നെ കോഴിക്കോടുകാർക്കും അതുപോലെ തന്നെ ആലപ്പുഴയും കൊല്ലവും പത്തനംതിട്ടയും തിരുവനന്തപുരവും ഒക്കെ തന്നെ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത്തരത്തിലുള്ള നാലമ്പലം കിട്ടും. ഇതിപ്പോൾ എൻ്റെ അറിവിൽ മാത്രമുള്ളതാണ്. എൻ്റെ അറിവിലില്ലാതെ തന്നെ ഇവിടെയൊക്കെ ഇത്തരം ക്ഷേത്രങ്ങൾ ഉണ്ടാകാം. ഞാൻ എൻ്റെ അറിവിലുള്ളത് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾക്കിപ്പോൾ ഈ 3 ജില്ലയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലുള്ള ക്ഷേത്രമാണ് മനസ്സിലാക്കേണ്ടത്. മലപ്പുറം ജില്ലയിലും ഇതേപോലെ തന്നെ നാലമ്പല ഉണ്ട്. ഈ നാലമ്പല ദർശനത്തിന് പോകുന്ന ആൾക്കാർ മലപ്പുറം ജില്ലക്കാർ ആ ജില്ലയിൽ തന്നെ ദർശനം നടത്തുന്നതായിരിക്കും ഉചിതം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലയിൽ പോവുക, അവിടെ പോകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഏത് ജില്ലയിൽ വേണമെങ്കിലും പോയാലും ദോഷമൊന്നുമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും തൊഴുതാൽ അത്രയും നല്ലതാണ് എന്നർത്ഥം. ഏതായാലും മലപ്പുറം ജില്ലക്കാരെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ പെരിന്തൽമണ്ണ താലൂക്കിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിലാണ് ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം. ഞാൻ നേരത്തെ പറഞ്ഞു രാമപുരം എന്ന് പറഞ്ഞ നിരവധി സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ നാഷണൽ ഹൈവേ 213 എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നിന്ന് 9 കിലോമീറ്റർ മാറിയിട്ട് ഈ പറയുന്ന സ്ഥലമാണ് രാമപുരം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പ്രസിദ്ധമായിട്ട് ക്ഷേത്രമുള്ളത്. അതിനോടൊപ്പം തന്നെ അവിടെ ഈ ഒരു നരസിംഹസ്വാമിയുടെ ക്ഷേത്രം കൂടി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും അല്പം മാറിയിട്ടാണ് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഉള്ളത്. എന്ന് വെച്ചാൽ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരെയായിട്ടാണ് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രമുള്ളത്. അതും ഇപ്പോൾ നാശോന്മുഖമായിട്ടുണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാമപുരത്ത് നിന്നും മലപ്പുറം ദിശയിലേക്ക് അല്പം പോകുമ്പോൾ നാറാണത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നും ഇടത്തോട്ടേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയാൽ കരിഞ്ചാപ്പാടി എന്ന് പറയുന്ന സ്ഥലം. ഈ കരിഞ്ചാപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഭരതസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് പറയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ ദുരിതാവസ്ഥയിലുണ്ടായതാണ്. അതിപ്പോഴും ജനങ്ങളുടെയൊക്കെ കൂട്ടായ്മയിലൂടെ ഈ ക്ഷേത്രം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് നല്ല ഒരു മഹാക്ഷേത്രമായി തീരും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ഞാൻ പറഞ്ഞു നാറാണത്ത് എന്ന് പറയുന്ന കവല പറഞ്ഞു. അവിടെ നിന്ന് ഒരു പുഴയുടെ കരയിലായിട്ടാണ്
പുരാതനമായിട്ട് നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു മഹാക്ഷേത്രം പോലെ തന്നെ ഉയർന്നു നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഈ 4 ക്ഷേത്രങ്ങളും മലപ്പുറം ജില്ലയുടെ അഭിമാനമായിട്ടുള്ള നാലമ്പല ദർശനത്തിന് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴാൻ വേണ്ടി തയ്യാറാവുക. ഇനിയുള്ളത് നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ എവിടെയൊക്കെ പറഞ്ഞു? തൃശ്ശൂർ ജില്ല പറഞ്ഞു, എറണാകുളം ജില്ല പറഞ്ഞു, മലപ്പുറം ജില്ല പറഞ്ഞു, കോട്ടയം ജില്ല പറഞ്ഞു. ഇനി 5-മത്തത് കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണ്. ഈ കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കോഴിക്കോട് ഏതായാലും ഞാൻ എൻ്റെ അറിവിൽ ഇപ്പം നാലമ്പലം വന്നിട്ടില്ല, വരും. കാസർഗോഡ് ജില്ലയിലില്ല. അപ്പോൾ ഈ 2 ജില്ലയിലെ ആൾക്കാർക്കും എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രം. അതുപോലെ വയനാട്ടിലെ ആൾക്കാർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വയനാട് ജില്ലയിലും ഉണ്ടാവാം ക്ഷേത്രം. ശരിക്കും ഒരു അന്വേഷണം നടത്തിയാൽ അവിടെയും നമുക്ക് നാലമ്പലം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും വരാം, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരാം, വയനാട് ജില്ലയിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. അത് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും ഇരട്ടി പായം എന്ന് പറയുന്നത്, പായമലല്ല, പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ്. പായമൽ വേറെ സ്ഥലത്താണ്. പായം എന്ന് പറയുന്നത്, ഇരട്ടിയിൽ പായം എന്ന് പറയുന്ന സ്ഥലത്താണ് ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും പിന്നീട് നമ്മൾ നേരെ പോകുന്നത് മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ പറയുന്ന ഇരട്ടി പായത്ത് നിന്നും ഏകദേശം ഒരു 22-23 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് മട്ടന്നൂരേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പെരിഞ്ചേരി എന്ന് പറയുന്ന, ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പെരിഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 25 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ എളയാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഭരതസ്വാമി ക്ഷേത്രം. പിന്നീട് അവിടെ നിന്നും നമ്മൾ കൂത്തുപറമ്പ് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കൂത്തുപറമ്പിലേക്ക് അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്, 20-25 കിലോമീറ്റർ ഉണ്ട്. അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് കൂടാതെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം തലശ്ശേരി, ചെറുതാഴം രാഘവപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം വേറെയുമുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ യഥാവിധി ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ ദർശനത്തിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ യഥാവിധി ക്ഷേത്ര ദർശനത്തെ എങ്ങനെയാണ് ഈ നാലമ്പല ദർശനം നടത്തുക എന്ന് നമുക്കൊരു സംശയം വരും. എങ്ങനെയെങ്കിലും നടത്തരുത്, നടത്തുന്നതുകൊണ്ട് ദോഷമുണ്ടായിട്ടല്ല. അപ്പോൾ ഇതിനൊരു പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അത് യഥാവിധി തൊഴാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നിർബന്ധമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതുവരെ ആ പൂർണ്ണതയിലൂടെ പോയിട്ടില്ല. ഞാൻ സാധാരണഗതിയിൽ നാലമ്പല ദർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ യഥാവിധി ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് പോലെയല്ല, ചെയ്യേണ്ടത് യഥാവിധിയാണ്. എന്താണ് ഈ യഥാവിധി എന്ന് പറയുന്നത്? നമുക്ക് സംശയം വരില്ലേ? യഥാവിധി എന്ന് പറയുന്നത് വെച്ചാൽ ഏത് ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ക്ഷേത്രം, ഇപ്പോൾ നമ്മളൊരു ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്, ഒരു ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്, ഒരു വിഷ്ണുക്ഷേത്രത്തിലാണ് പോകുന്നത്, ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ നേരെ പോയിട്ട് പ്രധാന ദേവൻ്റെ അരികിലേക്ക് പോകാൻ പാടില്ല. എന്ത് വേണം? ആദ്യം ആ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ വെളിയിൽ നിരവധി ഉപദേവന്മാരുണ്ട്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ ക്ഷേത്രങ്ങൾ ഉപദേവന്മാരുണ്ട്. നമ്മൾ ചിന്തിക്കും, അയ്യോ അവിടെ ഉപദേവന്മാരൊന്നും ഇല്ലല്ലോ, പിന്നെ ഇദ്ദേഹം എന്താണ് ഉപദേവന്മാർ പറയുന്നത്? ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നാലമ്പലത്തിൻ്റെ വെളിയിൽ നമ്മൾ കണ്ടു കാണും, ക്ഷേത്രത്തിന് നേരെ ഒരു വലിയൊരു ബലിക്കല്ല്. അത് ക്ഷേത്രത്തിൻ്റെ ഉപദേവനാണ്, ക്ഷേത്ര സംരക്ഷകനായിട്ടുള്ള ദേവനാണത്. അതുപോലെ ഇതിൻ്റെ പുറത്ത് ചുറ്റുവരി ചെറിയ ചെറിയ ബലിക്കല്ല് കണ്ടതില്ലേ, അതെല്ലാം ഉപദേവന്മാരാണ്, എന്നുവെച്ചാൽ ക്ഷേത്ര സംരക്ഷകരായിട്ടുള്ള ദേവന്മാരാണ്. അപ്പോൾ ആദ്യം ഈ ക്ഷേത്രത്തിൽ ഇവരുടെ ഒക്കെ അനുവാദവും അനുഗ്രഹവും വാങ്ങിച്ചിട്ട് വേണം ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. അവിടെ തൊഴുതതിന് ശേഷം വേണം, അവിടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട് ചുറ്റും ഇതുപോലെ കുറേ ബലിക്കല്ലുകൾ കണ്ടിട്ട്, ചെറിയ ചെറിയ കല്ലുകൾ, അവിടെയൊക്കെ തൊഴുത്, അവിടെ ഉള്ളിൽ ചിലപ്പം ഉപദേവന്മാരുണ്ടാവും, അവരെയൊക്കെ തൊഴുതിട്ട് ഏറ്റവും അവസാനം വേണം അവിടുത്തെ പ്രധാന ശ്രീകോവിലിൻ്റെ മുമ്പിലെത്താൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ അയൽവാസിയാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുമോ? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അവിടെ നമുക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ നമുക്ക് തൃപ്തിയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലേക്ക് പോകും, അവിടുന്ന് സബ് കോടതിയിലേക്ക് പോകും.
അവിടുന്ന് ജില്ലാ കോടതിയിലേക്ക് പോകും, അവിടുന്ന് ഹൈക്കോടതിയിലേക്ക് പോകും, ഏറ്റവും അവസാനം സുപ്രീം കോടതിയിലേക്ക് നമ്മൾ പോകും. ശരിയാണല്ലോ? സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അവിടെ തീർന്നു. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ആദ്യം ഈ ഉപദേവന്മാർ എല്ലാവരും തൊഴുത് അവരുടെ അനുവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങിച്ചിട്ട് ഏറ്റവും അവസാനം പോയി തൊഴേണ്ടതാണ് പ്രധാന ദേവനെ. അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോയി തൊഴാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ ഈ പറയുന്ന നാലമ്പല ദർശനം നടത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മുടെ ശ്രീരാമക്ഷേത്രമാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഏറ്റവും ആദ്യം തൊഴേണ്ടത് ഈ അനിയന്മാരുടെ ക്ഷേത്രങ്ങളാണ്. അവരോട് പോയിട്ട് അനുഗ്രഹവും അനുവാദവും വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ ശത്രുഘ്നൻ്റെ അടുത്ത് തൊഴാം, ലക്ഷ്മണൻ്റെ അടുത്ത് തൊഴാം, പിന്നെ ഭരതൻ്റെ അടുത്ത് തൊഴാം, ഏറ്റവും അവസാനം ശ്രീരാമൻ്റെ അടുത്ത് തൊഴാം. ഇനി ഈ അനുജന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തൊഴുതു പോയാൽ ഇവിടെ തലകുത്തി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ തരത്തിൽ ചെയ്യുന്നതാണ് ഉചിതം. ആദ്യം ശത്രുഘ്നൻ ഏറ്റവും ഇളയത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ ഒരു കാര്യം ചോദിച്ചു പോവാണ്, വലിയൊരു തറവാടാണ്. ആ തറവാട്ടിൽ കാര്യം ചോദിച്ചു പോകുമ്പോഴാണ് അവിടുത്തെ ഏറ്റവും ഇളയ കൊച്ചുമോൻ വരുന്നത്. എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, സാധിപ്പിച്ച് തരുമോ? അത് ഞാനല്ല അതിൻ്റെ ആൾ, അതൊക്കെ നമ്മുടെ കാരണവരാണ്, അദ്ദേഹത്തിനാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വരുന്നുണ്ട്. അവരുടെ രണ്ടാമത്തെ മകൻ വരുന്നത്. രണ്ടാമത്തെ മകനും പറയും അല്ലെങ്കിൽ ഏട്ടനോട് ചോദിച്ചോ, അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ കേൾക്കുമായിരിക്കും, അച്ഛനാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്, അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ ഏറ്റവും അവസാനമാണ് കാരണവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അപ്പീലില്ല, കാരണവരുടെ തീരുമാനം അന്തിമമാണ്. നമ്മുടെ ഈ നാലമ്പല ദർശനത്തിലെ കാരണവരുടെ സ്ഥാനമാണ് ശ്രീരാമന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ യഥാവിധി ഇങ്ങനെ നാലമ്പല ദർശനം നടത്തുന്നതായിരിക്കും ഉചിതം. ഇനി ആദ്യം ശ്രീരാമനെ നടത്തിയത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർ ചെയ്യുന്നതെന്താ അറിയോ? ആദ്യം ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ പോകും, പിന്നീട് ഓരോ സഹോദരന്മാരുടെ അടുത്ത് പോയി ഏറ്റവും അവസാനം വീണ്ടും ശ്രീരാമൻ്റെ അടുത്ത് പോകും. അതിനകത്ത് ഒരു കാര്യവുമില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഒരാവശ്യമില്ല. ഇതൊക്കെ ഓരോ ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഈ നാലമ്പല ദർശനം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നാലമ്പലവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൊഴണമെന്ന് തീരുമാനം എടുത്തെന്താ? 4 ദിവസം കൊണ്ട് നടത്തിയ ദോഷമുണ്ടോ? ഒരു ദോഷമില്ല. 2 ദിവസം കൊണ്ട് നടത്തിയ ദോഷമുണ്ടോ? ഒരു ദോഷമില്ല. ഓരോ ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിന് കുറേ സംതൃപ്തി തോന്നുന്നു, അതുകൊണ്ട് അവർ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷവുമില്ല. 4 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടത്തിയാലും ദോഷമില്ല, ഒരു ദിവസം നടത്തിയാലും ദോഷമില്ല. അപ്പോൾ നമ്മൾക്കെന്താണ്, ഇത് കുറേ കൂടി മനസ്സിലൊരു സന്തോഷം തരുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4 അമ്പലം ദർശനം നടത്തിക്കോളൂ, ഉത്തമമാണ്. പക്ഷേ ഇത് യഥാവിധി ഇങ്ങനെ നടത്തുവാണെങ്കിലോ അത് കുറേ കൂടി ഉത്തമമായി. ഇനി ഈ തരത്തിലല്ലാതെ നടത്തിയാലും ദോഷമൊന്നുമില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ അങ്ങനെയല്ല നടത്തിയതെന്നും കൂടി ഞാൻ പറയാം. പരമാവധി ഇങ്ങനെ നടത്താനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എൻ്റെ യാത്രയിൽ രാമക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ പിന്നീട് ഒരുപാട് ദൂരം ഓടേണ്ടതായിട്ട് വരും. വണ്ടി നമ്മൾ സ്പെഷ്യലാക്കിയിട്ട് 10-50 ആൾക്കാർ കൂടി പോകുന്നതല്ലേ. അപ്പോൾ എക്സ്ട്രാ ഒരുപാട് ദൂരം ഓടേണ്ടത് വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിൽ ചെയ്യുന്നത്. യഥാവിധി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാസർഗോഡ് നിന്നും വരുന്ന ആൾക്കാർ നേരെ എങ്ങനെ വേണം, ഈ കണ്ണൂർ ജില്ലയിലെ നാലമ്പലാണ് നടത്തുന്നുണ്ടെങ്കിൽ നേരെ ഇരിട്ടിയിൽ പോയി അവിടെ പായം ശത്രുഘ്നനെ കണ്ട് മട്ടന്നൂരെത്തി ഉരുവച്ചാലിലെ പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത്, അവിടുന്ന് ഭരതസ്വാമി ക്ഷേത്രം ഇളയാവൂരിൽ പോയി തൊഴുത്, ഇളയാവൂരിൽ എത്തിയതിന് ശേഷം നേരെ അവരെന്ത് വേണം, ഈ പറയുന്ന ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുക. അപ്പോൾ അവർക്ക് കൂടുതൽ ഓടേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായിട്ട് ഒരു പിന്നോട്ട് പോകാനൊന്നും വേണ്ട, കൃത്യമായിട്ട് അവർക്ക് പോകാം. അവിടെ എത്തിയിട്ട് നേരെ എന്ത് ചെയ്യുന്നവർ ഈ ഇളയാവൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്ന വഴിയിലൂടെ പോലും പോകേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ച് മേലെ ചൊവ്വയിലെത്തി അവിടെ നിന്ന് കണ്ണൂർ ടൗണിലെത്തി വളവട്ടത്തു നിന്ന് നേരെ ഇടതുവശത്തെ പഴയങ്ങാടി വഴി നേരെ ചെറുതാഴത്തേക്ക് എത്തിച്ചേരാം. ഇനി കോഴിക്കോട് ഭാഗത്തു നിന്നാണെങ്കിലോ ഇതേപോലെ ഇരട്ടി പോയി, മട്ടന്നൂരിൽ പോയി, ഇളയാവൂരിൽ പോയി, മേലെ ചൊവ്വയിലെത്തിയിട്ട് നേരെ അവർ തലശ്ശേരി തിരുവങ്ങാടി സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ മതി. പക്ഷെ ഞാൻ ഇപ്പോൾ തലശ്ശേരി തിരുവങ്ങാട് പോകണമെങ്കിൽ ഒത്തിരി ദൂരം പോകണം. അതുപോലെ തന്നെ ചെറുതാഴത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ കുറേ പുറകോട്ടേക്ക് വരണം. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ഭരതസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് നേരെ നമ്മൾ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം കൂത്തുപറമ്പിലേക്ക് പോകും. അതിൻ്റെ അടുത്താണ്, അവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രം. അതുകൊണ്ടാണ് നമ്മൾ
റൂട്ട് വെച്ച് ദൂരം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് പോയത്. കാരണം ഭരതൻ്റെ അടുത്ത് പോയി, അവിടെ നിന്ന് നേരെ കൂത്തുപറമ്പ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി, അവിടെ നിന്ന് നേരെ ഈ പറയുന്ന പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഏറ്റവും അവസാനം നമ്മൾ ശത്രുഘ്നൻ്റെ അടുത്ത് പോകുന്നത്. അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഏതായാലും ഒരു 3-4 വർഷം മുന്നേ ഞങ്ങൾ തന്നെയാണ് കണ്ണൂരിലുള്ള ഈ 4 ക്ഷേത്രങ്ങളും കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു ക്ഷേത്രങ്ങൾ നാലമ്പല ദർശനത്തിന് പറ്റും എന്നുള്ള വിധത്തിൽ നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ പാലക്കാട് ഇതേപോലെ ക്ഷേത്രമുണ്ട്. പാലക്കാടുകാർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, അതും കൂടി പറയാലോ. പാലക്കാടുകാർക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ മാത്രമാണ് 2 സ്ഥലത്തായിട്ട് നാലമ്പല ദർശനം നടത്താൻ പറ്റുന്ന സ്ഥലം. 2 സ്ഥലത്ത്. നമുക്കെല്ലാം ഒരു സ്ഥലത്താണ് നാലമ്പല ദർശനം ഉള്ളത്. എന്നാൽ പാലക്കാടുകാർക്ക് അങ്ങനെയല്ല, അവിടെ 2 സ്ഥലമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, തൃശ്ശൂർ പാലക്കാട് ബോർഡറിലായിട്ടുള്ള തിരുവില്ലാമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രീരാമൻ്റെ ക്ഷേത്രം. അവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ശ്രീരാമൻ്റെയും ഉണ്ട് ലക്ഷ്മണൻ്റെയും ഉണ്ട്, 2 ആളുടെ ക്ഷേത്രവും അവിടെയുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പോക്കിൽ അതായി. മാത്രമല്ല അവിടെ ഹനുമാൻ സ്വാമിയും ഉണ്ട് എന്നർത്ഥം. വില്വാദ്രിനാഥൻ എന്നാണ് അടുത്ത ശ്രീരാമസ്വാമിയെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അത് തൃശ്ശൂർക്കാർക്കും അവിടെ പോയി തൊഴുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ കുഴൽമന്ദം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അവിടെ നിന്ന് പോവുക. കുഴൽമന്ദത്തിനടുത്താണ് ഒരുപാട് വർഷം പഴക്കമുള്ള പുൽപ്പുരമന്ദം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയാണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെയും നമുക്ക് പോവാം. അതിനുശേഷം ആ കുഴൽമന്ദത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടാണ് കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രമുള്ളത്. അപ്പോൾ ഇവിടെയും എല്ലാ ഉച്ചഭക്ഷണമൊക്കെ അവിടെയുണ്ട്. അവിടെയൊക്കെ കഞ്ഞിയാണ് ഉച്ചയ്ക്ക് കിട്ടുക എന്ന് മാത്രം. എല്ലാ ഒരുവിധ സ്ഥലത്തുള്ള കഞ്ഞിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ നാലമ്പലം ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് തൊഴുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്കാർക്ക് തൊഴാൻ വേണ്ടിയിട്ട് കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്. കരിമ്പുഴ പഞ്ചായത്തിൽ. അപ്പോൾ ആ കരിമ്പുഴ പഞ്ചായത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുക. അവിടെ നിന്നും അല്പം മാറിയിട്ടാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വരുന്നത്. അവിടെയാണ് പെരുമാംകോട് ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ പെരുമാംകോട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറിയിട്ടാണ് കോട്ടാർ മണ്ണ ഭരതസ്വാമി ക്ഷേത്രമുള്ളത്. അവിടെ നിന്നും അല്പം മാറിയിട്ട് മാമ്പള്ളി ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലുള്ള നാലമ്പലം എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തായിട്ടുണ്ട്. 2 ഉണ്ട്. നിങ്ങൾക്കിത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. എന്ത് വെച്ചാൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം മുതൽ തന്നെ നമ്മൾ ഈ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെ പരമാവധി നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുക. ഇനി ഈ പറയുന്ന ഈ 29 ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റുമോ? നടത്തിക്കോളൂ, നല്ലതാണ്. 29 ക്ഷേത്രങ്ങളിൽ നടത്താം. ഇനി അതല്ല എങ്കിൽ നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ നാട്ടിലെ ക്ഷേത്രം നമ്മളല്ലെങ്കിൽ മറ്റാരാ ഉയർത്തിക്കൊണ്ടുവരിക? നമ്മുടെ വീട്ടിലെ അമ്മയെ നമ്മൾ ബഹുമാനിക്കാതെ ആദരിക്കാതെ മറ്റുള്ള വീട്ടിലെ അമ്മമാരെ പോയി ബഹുമാനിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരെ തന്നെ നമ്മൾ ബഹുമാനിക്കുകയും തൊഴുകയൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോകുക. അപ്പോൾ ഈ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഈ രാമായണ മാസത്തിൽ നമുക്ക് ഏറെ ഗുണം ചെയ്യും മാനസികമായിട്ട്. പല സ്ഥലങ്ങളിലും യാത്രയിൽ നമുക്ക് കിട്ടുന്നത് ഔഷധ കഞ്ഞിയൊക്കെയാണ് നമുക്ക് ലഭിക്കുക ഈ യാത്രയിൽ കിട്ടുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഭൗതികമായിട്ട് ശരീരത്തിനും ഗുണം ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് കൂടാതെ ഈ 6 സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു ഈ കേരളത്തിൽ 6 ജില്ലകളിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ ഇരുത്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ ഓരോ ജില്ലകളിലും നമുക്ക് കിട്ടും. നിങ്ങളെന്ത് വേണമെന്നറിയോ? ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാട്ടിലുള്ള ശ്രീരാമൻ്റെ, ഭരതൻ്റെ, ലക്ഷ്മണൻ്റെ, ശത്രുഘ്നൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറയാത്ത ജില്ലകളുണ്ട്. തിരുവനന്തപുരം ജില്ല പറഞ്ഞിട്ടില്ല, ഇടുക്കി ജില്ല പറഞ്ഞിട്ടില്ല, ആലപ്പുഴ പറഞ്ഞിട്ടില്ല, കൊല്ലം ജില്ല പറഞ്ഞിട്ടില്ല, പത്തനംതിട്ട പറഞ്ഞിട്ടില്ല, വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം ജില്ലകളിൽ ഇതുപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടാകാം.
അപ്പോൾ ഈ ക്ഷേത്രങ്ങളെ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം, അതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ ഓരോ റൂട്ടടക്കം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലും ആ ക്ഷേത്രം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ 6 ജില്ലയിൽ മാത്രമല്ല, ഈ 14 ജില്ലയിലും ക്ഷേത്രങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കാസർഗോഡ് ജില്ലയിലടക്കം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഞാനിവിടെ അത് പ്രതിപാദിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ഷേത്രം നാലമ്പല ദർശനം അത് പ്രത്യേകം ഓർക്കുക. ഞാൻ യഥാവിധി ചെയ്യാൻ പറ്റുന്ന യഥാവിധി തന്നെ ചെയ്യുക. അതല്ല മറ്റ് പലതരത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പോകുന്നത് ഭരതസ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മുടെ യാത്ര ഇതാവാൻ ദൂരം കുറയാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഈ വർഷം യഥാവിധി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ ആൾക്കാർ തയ്യാറായി കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആഗസ്റ്റ് 6-ാം തീയതിയാണ് നാലമ്പല ദർശനം, ഈ വർഷത്തെ നാലമ്പല ദർശനം നടന്നത്. ഈ വർഷം വെച്ചാൽ 2024 ഈ 2024 ഈ യാത്ര നടത്തുന്നത് ആഗസ്റ്റ് 6-ാം തീയതിയാണ്. പരമാവധി നമ്മൾ യാത്ര നടത്തുമ്പോൾ ശനിയും ഞായറും ഒഴിവാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം തിരക്കില്ലാതെ പോവാം. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർ പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ വഴിപാട് കൗണ്ടർ ആദ്യം ശ്രദ്ധിക്കുക. ഈ വഴിപാട് കൗണ്ടറിൽ വലിയ ക്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, പുറത്ത് പ്രദക്ഷിണം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പുറത്ത് പ്രദക്ഷിണം വെച്ച് വരുമ്പോഴേക്കും വഴിപാട് കൗണ്ടറിൽ ആൾക്കാർ കുറവുണ്ടെങ്കിൽ അവിടെ കയറുക. അതല്ലെങ്കിൽ ഒരു 3-4 ആൾക്കാർ ആ വഴിപാട് കൗണ്ടറിൽ നിൽക്കുക. ഒന്നിച്ച് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 2 പേര് അവിടെ നിൽക്കുക, കുറച്ച് ആൾക്കാരെ ഉണ്ടെങ്കിൽ. എന്നിട്ടോ നിങ്ങളുടെ വഴിപാടിൻ്റെ ചീട്ടുകളെല്ലാം മനസ്സിൽ പറഞ്ഞിട്ട് അവർ കണക്ക് കൊടുത്തിട്ട് അവരവിടെ നിൽക്കുക. ഇതിൽ നിങ്ങൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴേക്കും ഇവർ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ നിൽക്കുക, അവരോട് പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പറയുക. അങ്ങനെ ഈ വഴിപാട് ചീട്ടുകൾ തയ്യാറാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ വഴിപാടിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി ആ തുക അവിടെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുക, അന്നദാനത്തിലേക്ക് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നത് അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്ന പണം അവിടെ അന്നദാനത്തിൽ കൊടുത്താൽ ഉത്തമമായി. അത് കുറേ ആൾക്കാർക്ക് അത് ഗുണം കിട്ടും. ഭഗവാൻ എന്തായാലും പണം വേണ്ട, പക്ഷേ ഈ പണം നിങ്ങൾ അവിടെ അന്നദാനത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന നിരവധി ഭക്തന്മാർക്ക് വളരെ നല്ല ഭക്ഷണം കൊടുക്കാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പരമാവധി അന്നദാനത്തിലേക്ക് കൊടുക്കുക. ചില സ്ഥലത്ത് രാവിലത്തെ പ്രാതലും വൈകിട്ടത്തെ ഭക്ഷണവും ഒക്കെ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം നമ്മളും അതിൽ ഭാഗവാക്കാവാൻ വേണ്ടി ശ്രമിക്കുക. ഈ നാലമ്പല ദർശനത്തിനിടയിൽ നമ്മൾ പരമാവധി രാമമന്ത്രം ജപിച്ചും കൊണ്ടുള്ള പ്രദക്ഷിണവും ജപിച്ചുകൊണ്ടുള്ള യാത്രയും സംഘടനയും, വാഹനത്തിലായാലും രാമമന്ത്രത്തിൻ്റെ കീർത്തനങ്ങളും ഭജനകളും ഒക്കെ ചൊല്ലുക. പ്രദക്ഷിണം വെക്കുമ്പോഴും അത്തരത്തിലുള്ള നാമജപങ്ങളോട് കൂടിയിട്ട് പ്രദക്ഷിണം വെക്കാനും ഒക്കെ ചെയ്യുക. അത് മൊത്തത്തിൽ ഒരു രാമമയമാക്കാൻ വേണ്ടി നമ്മൾ കഴിയണം. അത് ആര് വിചാരിക്കണം? നമ്മൾ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ വീടുകളിൽ ഈ കാലത്ത് നമ്മൾ എന്ത് വേണം? രാമായണം വായിക്കാനും ശ്രദ്ധിക്കുക. ഈ നാലമ്പല ദർശനത്തിനടുത്ത് ഒരുവിധം ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാമായണം വെച്ചിട്ടുണ്ടാകും നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ യാത്രയിൽ ഇപ്പോൾ ഇളയാവൂര് ഭരതസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ പറഞ്ഞ പായം ഇരിട്ടിയിലുള്ള ആ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും രാമായണം ഞങ്ങൾ പോയി വായിച്ചിട്ടുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ രാമായണം അവിടെ കണ്ടിട്ടില്ല. ഇനി ഈ വർഷം മുതൽ ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാമായണം വായിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം. ഇതിൽ ഏറ്റവും നല്ല എല്ലാ ക്ഷേത്രത്തിലും നല്ല സ്വീകരണമാണ്, എല്ലാ ക്ഷേത്രത്തിലും ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഈ നാലമ്പല ദർശനം നടത്തുക. എല്ലാവർക്കും നന്ദി.